നിർത്തടാ, ഇന്നൊരു കളി വേണ്ട. എന്താ സിനിമ നിർത്തിയത്? ഇന്നൊരു കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിന് കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊളിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോപ്പെട്ട? നിങ്ങളൊന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ. പെട്ടെന്ന് എവിടുന്നാലും എനിക്കറിയില്ല, മുഖം മൂടിയിട്ട് 4-5 കള്ളന്മാർ എന്റെ മേല് ചാടി വീണു. മുഖം മൂടിയോ? മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച 5-6 ഇരുമ്പന്മാര്. ഞാൻ ഒച്ച വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ ഒറ്റ പിടിച്ചു. മറ്റവനെ തുണി കയറ്റി എന്നെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാൻ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടി എല്ലാം അവന്മാര് തൂത്തുവാരിക്കൊണ്ടേ മുറികളെല്ലാം കുത്തി മറിച്ച് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? ഇനി നോക്കിയിട്ട് എന്താണ് കാര്യം? ഈ മുടിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കയറല്. കഷ്ടകാലത്ത് അരക്കും വീത കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത്. ഷട്ടിയും കോളാൻ വരാവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ, തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിഭൂതങ്ങളെ പോലെയല്ലേ വന്നത്. ഭൂതം തന്റെ ഒരു എന്തോ നാടോ ഇത്? ഇനി കുന്തോ നൂരിക്കളയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് തോക്കല്ലേ, ഇങ്ങോട്ട് താ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആർക്കെങ്കിലും വിറ്റേ. ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കറുമല്ല അപ്പടി ചെളിയാ, ടീഷർട്ട് ആണെങ്കിൽ വേർത്ത് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്നപടി നിൽക്കുക. മുണ്ടൂർ തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലോടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. പോ വേഗം വരണം. അയ്യോ, എന്താ? ഒന്നുമില്ല. ആരാ? ഞാനാ. ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ ഈശ്വരാ! അച്ഛാ! ആച്ചമ്മേ! അച്ഛാ! ആച്ചമ്മേ! ഓടി വാ! ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ! എന്താ? അച്ഛാ! എന്താ മോളെ? അച്ഛാ, കേണു സാർ എന്തോ പറ്റി? എന്തോ പറ്റിയത്? കേണൽ സാർ. പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ, അമ്മേനെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ചു പൊളിക്ക്. വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ.
എന്റെ മേത്തോട്ടോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഒന്നുമില്ല നീ ഒന്ന് മാറിക്ക്, ഞാനൊന്ന് കാണട്ടെ. നീ ഒന്ന് മാറിക്ക്. എനിക്ക് കേളിനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേളിനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ മാറിക്കടാ. ഇവിടെ എനിക്കൊന്ന് കാണണം. കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേളിനെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് വരാം. നീ എന്നെ വിട്. എന്തൊക്കെ ഞാൻ കണ്ട് കൂടാരാ അച്ഛൻ ചോറ് എടാ ആയിക്കോളാ. ഓ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം ചെയ്യ്. ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്നതിന് നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങനെ പോകും? ടിക്കറ്റിന്റെ കാശ് വേണ്ടേ? കള്ളവണ്ടി കയറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം, വേണ്ടേ വേണ്ട. എടോ, ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത്? രണ്ടും കൂടെ ഇവിടെ കെട്ടിയെടുത്താൽ പിന്നെ പാൽക്കാരും അലക്കാരനും ആര് പൈസ കൊടുക്കും? പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്തപ്പരികൂടെ വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഇതിവിടെ ചക്രവെല്ലാം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടമാങ്ങിയാലോ? താനെന്നെ നാറ്റിച്ചേ അടങ്ങും. നാളെ വലിയടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവും? താൻ എങ്ങനെയെങ്കിലും പോകും, അതൊന്നും എനിക്കറിയണ്ട. പിന്നെ കള്ളവണ്ടി എന്നെ വഴി. എന്റെ തൊപ്പി നിർത്ത്. എവിടെ നീട്ടിയാണ് തൊപ്പി? ഏതെടുത്താലും 20 രൂപ. തൊപ്പി ബാഗ് ഏതെടുത്താലും 20 രൂപ. എവിടെ നിന്നാണ് അത് കിട്ടിയത്? നീ എന്റെ തുണിയും തോക്കൊക്കെ മോട്ടിക്കുമല്ലോ. உடம்புல பழைய வேலை மனசுல பழைய வெறி இல்ல. நீ நிறைய குடிக்கிற, உனக்கு சக்தி போதாது. யூ ஆர் அன்பிட் ஃபார் தி ஜாப். திரும்ப ஒரு மனிதனா மாற தகுதி உனக்கு கிடையாது. இந்த பழக்கங்கள் உங்களுக்கு தேவையில்லை. എങ്ങനുണ്ട്? ടവണി ഡാക്ടറെ അടുത്തെങ്ങാനും പോകേണ്ടി വരുവോ? പിച്ചല് നല്ല ആഴത്തിലാ തറച്ചത്. മുറി ഉണങ്ങാൻ സമയമെടുക്കും. എന്തായാലും കുറച്ചു ദിവസം കാലനക്കാതെ വെക്കണം. എനിക്കേം വേണ്ട, അത്രേ ഉള്ളൂ. ആ, കേളന്റെ തോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഷൺമുഖത്തിനെ പിടിച്ച് 2 പൂശിയപ്പം അവൻ എടുത്തു കൊടുത്തു. തോക്ക് ഇയാൾ കേസിൽപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതും തൊണ്ടി സാധനങ്ങളുടെ കൂടെ സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് ചുറ്റി തിരിഞ്ഞേനെ. അത് നന്നായി. എല്ലാരെയും കിട്ടിയോടെ ഇൻസ്പെക്ടറെ? ആ ഷൺമുഖന്റെ കൂടെയുള്ള പൊട്ടനെയും വേറൊരുത്തനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും മുങ്ങിയിരിക്കുക. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാ പോരാ, പിടിക്കണം. പിടിച്ച് നല്ല പെടപടക്കണം. അത് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കുവോ ആച്ചമ്മേ? ആ, കേട്ടോ കേള, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറുകയെന്ന് വെച്ചാ
അതും തൊട്ടയിലൊക്കത്ത് ഞാൻ താമസിക്കുമ്പോ നാണക്കേടല്ലേ? ഇങ്ങനെ ഒന്നും ഈ ദേശത്ത് ഉണ്ടായിട്ടേ ഇല്ലാന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെല്ലേ. മീനാക്ഷി, കേളന് കയ്യും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല. നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. ആ എത്തിയോ? എല്ലാ തളത്തിലേക്ക് വെച്ചോളൂ. ആകപ്പാടെ ഉണ്ടായിരുന്ന ഷോർട്സ് കൊടുത്തിട്ട് താൻ പോയോ? പിന്നെ കോണ കൊടുത്തോണ്ട് തീവണ്ടി കയറാൻ പറ്റുമോ? എത്ര രൂപ വേണ്ട? സാറ് എന്നാ മതി. ഉടനെ വരണമെന്ന് പറഞ്ഞ് പോയതല്ലേ? കുറെ നാളായല്ലോ പോയിട്ട്. നന്നായിട്ട് സൂചിച്ചിട്ട് വരികയാണല്ലേ? ആ നല്ല സുഖമായിരുന്നു അവിടെ ലോക്കപ്പില്. ലോക്കപ്പില്? അതെ, ജാതകം പറഞ്ഞ അച്ചട്ടായി. കാരാഗ്രഹവാസം കഴിഞ്ഞു. കള്ളവണ്ടി കയറിയതിന് സേലത്ത് വെച്ച് പോലീസ് പിടിച്ചു. ഈ രൂപത്തിൽ ഇപ്പൊ അവിടുത്തെ മുജ്ജന്മ സുഹൃത്തം. ആ അതെ, മടക്കയാത്രക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ്? അതെ, അടിപിടി, മോഷണം, പോലീസ് കേസ്, ഇതുകൊണ്ടൊന്നും മതിയായില്ലേ? അപ്പൊ ഒക്കെ അറിഞ്ഞല്ലേ? ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ മുടിഞ്ഞാടത്തുനിന്ന് പോണമെന്ന്. മറ്റന്നാൾ മടക്ക വേണ്ടിയുണ്ട്. അതിപ്പോ ഒരു 5-6-7-8 ദിവസം കഴിയാണ്ട് പോകാൻ പറ്റില്ല. എന്തേ? ആ കാല് ദൂരെ ശരിയായിട്ടില്ല. അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ എല്ലാം ശരിയായിന്നല്ലേ പറഞ്ഞത്? വേദന എനിക്ക് ലേഖല്ലോ. ആ പാൽക്കാരനും മലക്കാരനും ഒക്കെ ഉള്ള കാശിയാടത്ത് വാങ്ങിച്ചോണം. ഗുഡ് ബൈ. പഴയ ഓർമ്മകൾക്ക് വിട, പുതിയ മോഹങ്ങൾക്ക് സ്വാഗതം. എന്തോ? ഞാൻ ആ വിവാഹമോചനത്തിന്റെ പേപ്പറിൽ ഒപ്പിട്ടു. സത്യമാണോ ഞാൻ കേൾക്കുന്നത്? അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി. നന്നായി കുഞ്ഞെ. പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണല്ലോ പ്രമാണം. ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. കുറുപ്പേട്ട, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. കുറുപ്പേട്ട, കുറുപ്പേട്ട, ഞാൻ ഈ കണക്കൊന്ന് എഴുതി കഴിഞ്ഞോട്ടെ. കണക്കൊക്കെ പിന്നെ നോക്കാം. നിങ്ങൾ ചില ആശാരിമാരുടെ കൂട്ട് ഊണ് കഴിക്കാൻ പഠിക്കുമ്പോൾ ഉളിയെ പെട്ട് കൊടുക്കും. പറയൂ, എന്താ കാര്യം? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കിവിടെ കുറെ സ്ഥലം വാങ്ങാം. എന്തിന്? അല്പം കൃഷി ചെയ്താലോ? പിന്നെ കോവിലകത്ത് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി. അപ്പോഴാ ഈ ഓണം കയറാൻ മൂലയിൽ സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണേ. വേറെ പണിയൊന്നുമില്ലേ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴി നോക്ക്. താൻ കണക്കെഴുതും. കുറുപ്പേട്ടൻ പോയി താനായോ? മുഴുവൻ കണക്കും തെറ്റാ. ഞാൻ കുറെ കാലമായിട്ട് കാണുന്നതല്ലേ. തേങ്ങ വിറ്റ മാങ്ങ വിറ്റെന്നെഴുതും, മാങ്ങ വിറ്റ തേങ്ങ വിറ്റെന്നെഴുതും, നെല്ല് വിറ്റ പുല്ല് വിറ്റെന്നെഴുതും. 5-4 10 എപ്പോഴും എഴുതി വെക്കുന്നത്. മുഴുവൻ തെറ്റാ, മുഴുവൻ കംപ്ലീറ്റ്. ആട്ടി മുടി തെറ്റാ. കണക്കെഴുതാൻ ഒടുക്കത്തെ കണക്ക്. ഇയാൾ ഒടുക്കത്തെ. കുറച്ചു മുമ്പ് വലത് കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ചുണ്ടും. താനാരാ ചോദിക്കാൻ? ചിലപ്പോ വലത്ത് കാലം ഉണ്ടും, ചിലപ്പോ ഇടത്ത് കാലം ഉണ്ടും. എന്റെ കാലല്ലേ?